സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ മഴവില്ലിനപ്പുറം. അച്ഛനും അമ്മയും പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയാണ് അതിഥികൾക്കായി സൗകര്യപ്പെടുത്തിയത്. ഈട്ടികൊണ്ടുണ്ടാക്കിയ ആ പഴയ ഇരട്ടക്കട്ടിലിൽ ചുരുട്ടി വെച്ചിരുന്ന പഞ്ഞിമെത്ത തട്ടിക്കുടഞ്ഞ് നിവർത്തിയിട്ടതും മുറി തൂത്ത് തുടച്ചതുമൊക്കെ ജാനുവമ്മയാണ്. സുമ്മയെയും മോനെയും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഉത്സാഹമായി. പുതിയ കിടക്കവിരിയും തലയണ ഉറകളുമൊക്കെ അലമാര തുറന്ന് താൻ എടുത്തു കൊടുത്തു. നോക്കു ജയ, ഞാൻ നിന്റെ ഗസ്റ്റല്ല, പഴയ ആ സുമ്മയ്യ തന്നെയാണ്. എന്നെ പണ്ടത്തെ പോലെ ട്രീറ്റ് ചെയ്താൽ മതി, അവൾ പലവരും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ആയിക്കോട്ടെ, മറുപടി പറഞ്ഞുവെങ്കിലും അത്താഴത്തിന് വിശേഷിച്ചെന്തെങ്കിലും ഉണ്ടാക്കാൻ ജാനു ഉമ്മയെ ചട്ടം കിട്ടി. സുമ്മയ്യയുടെ ബാഗും പെട്ടിയുമൊക്കെ കാറിൽ നിന്നും എടുത്തു വെച്ചതിന് ശേഷം അവൾ ഡ്രൈവറെ ടൗണിലേക്ക് പറഞ്ഞു വിട്ടു. ഏതെങ്കിലും ലോഡ്ജിൽ മുറിയെടുക്കാനായിരുന്നു നിർദ്ദേശം. ഞാൻ വിളിക്കാം മുഹമ്മദിക്ക, അപ്പോഴെത്തിയാൽ മതി. പേഴ്സിൽ നിന്നും ആവശ്യത്തിനുള്ള തുക അയാളെ ഏൽപ്പിക്കുന്നതിനിടയിൽ പറയുന്നതും കേട്ടു. അധികം ദൂരത്തായിരുന്നില്ല ടൗൺ. ഇവിടെ ഉമ്മറത്ത് കിടത്താമായിരുന്നു. പറയാതിരുന്നില്ല. വേണ്ട, എനിക്കിപ്പോൾ വേണ്ടത് പ്രൈവസിയാണ്. ഷെരീഫിക്കെ പോലും ഞാനിവിടേക്ക് കൂട്ടാത്തത് അതുകൊണ്ടാണ്. മറുത്തൊന്നും പറയാൻ നാവൊരുങ്ങിയില്ലെങ്കിലും അവളോട് ഒരുപാട് വിശദീകരണങ്ങൾ തനിക്ക് പറയേണ്ടി വരുമെന്നോർത്തു. സുമയ്യ അമ്മയുടെ അരികിൽ കുറേ നേരം നിശബ്ദമിരുന്നു. ആ ഓർമ്മകളെ ഉണർത്താൻ പിന്നീട് ശ്രമിച്ചു നോക്കുന്നതും കണ്ടു. അമ്മയുടെ കണ്ണുകൾ ആരുടെയും മുഖത്ത് ഉറയ്ക്കുമായിരുന്നില്ല. ചുവരിൽ തന്നെ നോട്ടം തറഞ്ഞു നിന്നു. ഞാൻ കാരണമാണ് എല്ലാം, ഞാൻ കാരണം. അവൾ സ്വയം തലക്കടിച്ചു. സുമ, വെറുതെ വിഡ്ഢിത്തം പറയരുത്. നീ എങ്ങനെ കാരണമാവും? നീ എന്നെ വെറുക്കുന്നില്ലേ? പറയേ, വെറുപ്പിൻ്റെ ഒരു കണിക പോലും നിന്റെ മനസ്സിലില്ലേ? തൻ്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടായിരുന്നു ചോദ്യം. ഇല്ല, നിന്നോട് അങ്ങനെ ഒരു വികാരമേ എനിക്കില്ല. വെറുപ്പ് എന്നോട് തന്നെയാണ്, എന്നോട് മാത്രം. ആത്മനിന്ദ പ്രകടമാക്കിയ വാക്കുകൾ. നീ എന്തു പറഞ്ഞാലും എനിക്ക് സമാധാനമുണ്ടാവില്ല ജയ. എല്ലാറ്റിനും തുടക്കം വെച്ചത് ഞാനാണ്. എൻ്റെ ആ നശിച്ച പ്രേമം. വിതുമ്പലിൽ നിന്ന് വാക്കുകൾ ചിതറി വീണു. അവൾ പറഞ്ഞത് 100% ശരിയായിരുന്നു. പോൾസണുമായി അവൾക്കുണ്ടായിരുന്ന ബന്ധം തന്നെയാണ് തൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. നിശ്ചയിച്ചു വെച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ രാജഗോപാലിനെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഒന്നും കരുതിക്കൂട്ടിയായിരുന്നില്ല. താൻ ചെയ്ത അവിവേകം സ്വന്തം കൂട്ടുകാരിയെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് സുമയ്യ സ്വപ്നേബി വിചാരിച്ചിട്ടുണ്ടാവില്ല. എങ്കിൽ പോൾസൺ തള്ളിപ്പറഞ്ഞ നിമിഷം റോഡിലൂടെ ചീറിപ്പാഞ്ഞു വന്ന കാറിന് മുന്നിലേക്ക് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി അവൾ എടുത്തു ചാടില്ലായിരുന്നു. മാരകമായി മുറിവേറ്റ അവളെ പോൾസൺ തന്നെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതും വാർഡനോട് വിവരം പറഞ്ഞ് തന്നെ അവിടേക്ക് വിളിച്ചുകൊണ്ടുപോയതും. പിറ്റേന്നിറങ്ങിയ മഞ്ഞ പത്രത്തിൽ അതായിരുന്നു പ്രധാന വാർത്ത. തൻ്റെ പേരും അതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. വിശ്വേട്ടനായിരുന്നു അതിന് പിന്നിൽ. ടൗണിൽ താവളം അടിച്ചിരുന്ന അയാൾ അവസരത്തിനൊത്തുയർന്നു. രാജഗോപാലുമായുള്ള കല്യാണം മുടക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു അയാൾ. പ്രതികാരാഗ്നി ആളിക്കത്തിയ നിമിഷങ്ങൾ. പത്രവാർത്ത അയാൾ രാജഗോപാലിൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അതിനിടയിൽ തന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിരുന്നു. വീട്ടുകാരെ ഒന്നും അറിയിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. സ്റ്റഡി ലീവ് തുടങ്ങിയെന്നും പറഞ്ഞാണ് നാട്ടിലെത്തിയത്. കോളേജ് പഠിപ്പിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ലാതിരുന്ന അച്ഛനിൽ നിന്നും ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. നിശ്ചയിച്ച തീയതിയിൽ വിവാഹം നടത്താനുള്ള തത്രപ്പാടിലായിരുന്നു അച്ഛനും മാധവും മാമയും. കുഞ്ഞെ, എല്ലാം റെഡിയായി. ജാനു ഉമ്മയുടെ സ്വരമാണ് സ്ഥലകാല ബോധം ഉണ്ടാക്കിയത്. സുമ്മയ്യ അപ്പോഴും കുനിഞ്ഞിരുന്ന് കരയുകയാണ്. ഹാളിൽ നിന്ന് ടിവിയുടെ ഒച്ച കേൾക്കാം. വീട്ടിൽ വന്നു കയറിയതു മുതൽ ഷാൻ അതിൻ്റെ മുന്നിൽ ഇരിപ്പ് പിടിച്ചിരുന്നു. സാധാരണ മിന്നു വരുമ്പോഴാണ് കാർട്ടൂൺ ഇടാറ്. താൻ ന്യൂസ് മാത്രം കാണും. സീരിയലുകളുടെ അടിമയാണ് ജാനുവമ്മ. അമ്മയെയും ടിവിയുടെ മുന്നിൽ പിടിച്ചിരുത്തുന്നത് കാണാം. ദോശയും ചട്നിയും പുൾസയും ഒക്കെ കഴിച്ച് ഷാൻ ഉറക്കമായി. അവൻ്റെ ഇരുവശത്തും ഉറങ്ങാനായി കിടക്കുമ്പോൾ സുമ്മയ്യ പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ 1 വർഷമായി നിനക്ക് സംഭവിച്ചത് ഞാൻ അറിഞ്ഞിട്ട്. എന്നിട്ടും ഒന്ന് ഓടി വരാൻ എനിക്കായില്ല. ഡാഡിയും മമ്മിയും മനഃപൂർവ്വം എന്നെ നാട്ടിലേക്ക് അയക്കില്ല. ഷെരീഫിക്കയുടെ ഓരോ ലീവിന് മുമ്പും അവർ ഏതെങ്കിലും ഫോറിൻ ടൂർ അറേഞ്ച് ചെയ്തിരിക്കും. ഇക്കയുടെ ഫാമിലിയും അവിടെ ഉള്ളതുകൊണ്ട് നാട്ടിലേക്ക് വരാൻ അവർക്കും താല്പര്യമുണ്ടായില്ല. ഒന്ന് നിർത്തി അവൾ തുടർന്നു.
മലേഷ്യ, സിംഗപ്പൂർ, സ്വിറ്റ്സർലൻഡ്, പാരീസ്, എന്തിന് കഴിഞ്ഞ തവണ ശ്രീലങ്കയിൽ വരെ വന്നുപോയി. ഇപ്പോൾ ടൂർ എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് മടുപ്പാണ്. ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലല്ലോ സുമ. ഭാഗ്യം. വാപ്പയുടെയും ഉമ്മയുടെയും ഉദ്ദേശം വേറെയായിരുന്നു. നാട്ടിലെത്തിയാൽ മകളുടെ പഴയ പ്രേമബന്ധത്തിന്റെ കഥ ഇക്കായുടെ ചെവിയിലെത്തുമോ എന്ന പേടി. ഇപ്പോ പിന്നെ എങ്ങനെ സംഭവിച്ചു ഈ വരവ്? ഞാൻ ഇക്കായോട് വാശി പിടിച്ചുകൊണ്ടിരുന്നു. ആവശ്യപ്പെടുന്നത് എന്തും സാധിച്ചു തരും. ഇത്തിരി മുൻചുണ്ടിയുണ്ടെന്നേ ഉള്ളൂ. ആൾ പാവമാണ്. നിന്റെ ഭാഗ്യമെന്ന് പറയേ. ശരിയാണ് ജയ. ഷെരീഫിക്ക വന്ന് കണ്ടതിന് ശേഷവും ഞാൻ ആ കള്ള നാണയത്തിന്റെ പിന്നാലെ പോയതോർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. അല്ലെങ്കിൽ എന്തിനാ അത് പറയുന്നു? നിനക്കിതൊക്കെ സംഭവിക്കണ്ടേ? ഞാൻ സ്വന്തം കുടുംബവുമായി കഴിയുമ്പോൾ ആരെയും ദ്രോഹിക്കാത്ത നീ വെറുമൊരു വിധവയായി, അതും കന്യകയായ വിധവയായി. പറഞ്ഞു വന്നപ്പോഴേക്കും അവൾ കരഞ്ഞുപോയി. മോൻ ഇരുവരുടെയും ഇടയിലായിരുന്നത് കൊണ്ട് കൈയെത്തി അവളെ ആശ്വസിപ്പിക്കാനായില്ല. സാവധാനം എഴുന്നേറ്റ് അടുത്ത് ചെന്നിരുന്നു. ആ ദുഃഖത്തിന്റെ ആഴം തനിക്ക് മനസ്സിലാവും. നീ വെറുതെ ഓരോന്ന് കൽപ്പിച്ചു കൂട്ടുകയാണ്. തൻ്റെ നാവിൽ നിന്ന് ഉതിർന്നു വീണ പാഴ്വാക്കുകൾ. പറയ്, ഞാൻ വെറുതെ കൽപ്പിച്ചു കൂട്ടുന്നതാണോ? നിന്റെ ഈ അവസ്ഥയ്ക്ക് ഞാൻ തന്നെയാണ് കാരണം. അറിഞ്ഞോ അറിയാതെയോ. അവൾ തൻ്റെ ഇരു കൈകളും ബലമായി പിടിച്ചുലച്ചു. എന്താണ് പറയേണ്ടതെന്നറിയാതെ മരവിച്ചിരുന്നുപോയി. മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭൂതകാലത്തിന്റെ തിരശീലയാണ് അവൾ വലിച്ചു മാറ്റുന്നത്. ഹോസ്റ്റലിന് പേരുദോഷം വന്നപ്പോൾ നിന്റെ മേൽ പഴിചാരി ഇറക്കി വിട്ടു. എല്ലാറ്റിനും കൂട്ടുനിന്നത് നീയാണെന്ന് പറഞ്ഞ്. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു നീ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ അടുത്തൊരു പത്മവിലാസമില്ലേ? കുറച്ചടുത്ത് തന്നെയാണ്. അവിടെ നിന്റെ സീനിയറായി പഠിച്ച ഗംഗാപ്രസാദിനെ ഓർമ്മയുണ്ടോ? ഉണ്ട്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞു. തൻ്റെ പിന്നാലെ കുറേ നടന്നതാണ്. അച്ഛൻ്റെ ഉഗ്രശാസനം സദാ പിന്തുടരുന്നതുകൊണ്ട് പലരെയും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും അവളോട് പറയാൻ വയ്യ. ഗംഗാപ്രസാദിനെ ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗദറിൽ വെച്ച് കണ്ടു കഴിഞ്ഞ വർഷം. നാടും വീടുമൊക്കെ പറഞ്ഞു വന്നപ്പോൾ നിന്നെക്കുറിച്ചാണ് ഞാൻ ആദ്യം അന്വേഷിച്ചത്. ഒന്ന് നിർത്തി അവൾ വിതുമ്പലടക്കി. നിന്റെ വിവാഹം കഴിഞ്ഞ് കുട്ടികളുമൊക്കെയായി സുഖമായി കഴിയുകയാണെന്ന ധാരണയ്ക്ക് ഒരറുതി വന്നത് അന്നാണ്. തേങ്ങലുകൾ പുറത്തേക്ക് തെറിച്ചു വീണു. സുമ, കരയരുത്. ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. എനിക്കാവുന്നില്ല ജയ. ഗംഗാപ്രസാദ് വള്ളി പുള്ളി വിടാതെ നിന്റെ ആ കാലങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു. ഒടുവിൽ വിശ്വേട്ടൻ താലി കെട്ടിയതും കല്യാണ രാത്രി തന്നെ അയാൾ വിട്ടേറ്റു മരിച്ചതുമൊക്കെ. വാക്കുകൾ പൂർത്തിയാക്കാൻ സുമയ്യയ്ക്ക് കഴിഞ്ഞതുമില്ല. തലയിണിയിൽ മുഖമമർത്തി അവൾ പൊട്ടിക്കരഞ്ഞു. ആരെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്നറിയാതെ മനസ്സ് ഉഴറിക്കൊണ്ടിരുന്നു. മൗനം കനത്തു വിങ്ങുന്ന നിമിഷങ്ങൾ. നിനക്ക് എങ്ങനെ കഴിഞ്ഞു ജയ ആ ഫ്രോഡിന്റെ മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ? വിശ്വേട്ടനെയാണ് അവൾ ഉദ്ദേശിച്ചത്. മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു സുമ. കല്യാണത്തിന് 3 ദിവസം മുമ്പ് തൻ്റെ സ്വഭാവദൂഷ്യവും പറഞ്ഞുകൊണ്ടുവന്ന രാജഗോപാലിൻ്റെ അമ്മയുടെ മുമ്പിൽ തളർന്നു വീണുപോയ അച്ഛനെക്കുറിച്ച് ഓർത്തു. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപാലത്തിലൂടെ അച്ഛൻ കടന്നുപോയ ദിനരാത്രങ്ങൾ. ബുദ്ധിയും ചേതനയുമൊക്കെ മരവിച്ചു പോയ ദിവസങ്ങളായിരുന്നു അത്. മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു ബന്ധുക്കൾക്ക്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ മൂത്തവളുടെ വിവാഹം നടന്നില്ലെങ്കിൽ വിജയുടെയും രാജിയുടെയും ഗതി എന്താവുമെന്ന് അമ്മയും ഭയന്നു. ആകെ മുന്നിലുണ്ടായിരുന്നത് 2 ദിവസവും. ഒന്നെതിർത്തു പറയാനുള്ള ശേഷി പോലും അച്ഛനുണ്ടായിരുന്നില്ല. ആശുപത്രി കിടക്കയിൽ നിന്നും വിവാഹ ദിവസം രാവിലെയായിരുന്നു അച്ഛനെ കൊണ്ടുവന്നതും. തൻ്റെ കൈ പിടിച്ച് വിശ്വേട്ടനെ ഏൽപ്പിച്ചത് മാധവും അമ്മയാണ്. നോക്കിയിരുന്ന അച്ഛൻ്റെ നിറകണ്ണുകൾ കണ്ണീരിനിടയിലൂടെ താൻ കണ്ടു. അന്ന് ആ ദിവസം മുഴുവനും വിശ്വേട്ടൻ്റെ ചുണ്ടിൽ വിടർന്നു നിന്ന പരിഹാസച്ചിരി കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നു. രാത്രി കിടപ്പറയിലേക്ക് കടന്നു ചെല്ലേണ്ടി വരുന്ന മുഹൂർത്തത്തെക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഹുലപ്പെട്ടുകൊണ്ടിരുന്ന നിമിഷങ്ങൾ. ഒന്നും വേണ്ടിയിരുന്നില്ല. തന്നെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ മുൻ കാമുകിയുടെ സഹോദരന്റെ കത്തിമുനയിൽ വിശ്വേട്ടൻ്റെ ജീവൻ ഒടുങ്ങി. ആദ്യ രാത്രി തനിക്ക് കാളരാത്രിയായി. പിന്നീട് ആ വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനങ്ങൾ. സ്വന്തം അപ്പച്ചിയായിട്ട് പോലും കനിവിൻ്റെ ഒരംശം അവർ കാണിച്ചില്ല. പട്ടിണിക്കിടാൻ വരെ അവർ മുതിർന്നു.
സ്ത്രീധനമായി മുൻകൂർ കൈപ്പറ്റിയ രൂപ വിശ്വേട്ടൻ്റെ പക്കലാണെന്ന് പറഞ്ഞ് രാഘവും അമ്മ കൈമലർത്തി. ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം താൻ അണിഞ്ഞിരുന്ന സ്വർണം തിരികെ നൽകാൻ സന്മനസ് കാട്ടി. പകരം വിശ്വേട്ടൻ തൻ്റെ കഴുത്തിൽ ചാർത്തിയ താലിമാല ഊരിക്കൊണ്ടുപോയി. ജന്മശാപം തന്നെയായിരുന്നു തൻ്റേത്. ഒരാൾ വിരലിലണിച്ച മോതിരം മടക്കി കൊടുക്കേണ്ടി വന്നു. മറ്റൊരാൾ കഴുത്തിലണിയിച്ച താലിമാല ബലമായി സ്വന്തം അപ്പച്ചി തന്നെ ഊരിയെടുത്തു. അവർ തന്നെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ടതും മറക്കാനാവില്ല. വേണ്ട, ഒന്നും സുമയ്യയോട് നേരിട്ട് പറയാൻ വയ്യ. അവളെല്ലാം കേട്ടറിഞ്ഞിട്ടുണ്ട്. സത്യവുമാണ്. തന്നെ പ്രതി ഒരുപാട് വേദന സഹിക്കുകയും ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ ശരീരം നിറയെ ബാൻഡേജുമായാണ് അവളെ ഒടുവിൽ കാണുന്നത്. ബോധമറ്റ് നിശ്ചലം കിടന്ന സുമയ്യയെ സ്ട്രെച്ചറിൽ നിന്നും ദൂരെയുള്ള വലിയ ഹോസ്പിറ്റലിൽ നിന്നും വന്ന ആംബുലൻസിലേക്ക് മാറ്റുന്ന രംഗം ഇന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. താനും വാർഡനുമൊക്കെ വീർപ്പടക്കി പിടിച്ച് നിന്നതോർക്കുന്നു. കുറച്ചകലെ ആരുടെയും കണ്ണിൽപ്പെടാതെ പോൾസണും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി നവാസിക അയാളുമായി ഇടഞ്ഞതാണ് തൻ്റെ കൺമുന്നിൽ വെച്ച്. അത് കാരണം സുമയ്യയുടെ ബന്ധുക്കളുടെ മുന്നിൽ വരാനുള്ള ധൈര്യം പോൾസണുണ്ടായിരുന്നില്ല. സുമയ്യ പറഞ്ഞതുപോലെ ആ ബന്ധത്തിന് വലിയൊരു ആഴമൊന്നും ഉണ്ടായിരുന്നില്ലേ? തനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നീ പിന്നെ പോൾസനെ കണ്ടിട്ടുണ്ടോ? നാവിൻ തുമ്പിൽ നിന്നും ഉതിർന്നു വീണ ചോദ്യം. പിന്നീട് തോന്നി വേണ്ടിയിരുന്നില്ലെന്ന്. അവളുടെ മുഖമാകെ ചുവന്നു തൊടുത്തു. കണ്ണുകളിൽ ക്രൗര്യം നിഴലിട്ടത് പൊടുന്നനെയാണ്. കണ്ടിട്ടില്ല. ഇനി ആയുസിൽ കാണാൻ ആഗ്രഹവുമില്ല. സ്വാർത്ഥനാണയാൾ. ഷെരീഫിക്ക കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ലെന്ന്. അതാണ് നിർബന്ധമായും ഒപ്പം കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചത്. ആ സ്നേഹത്തിന് ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ കാറിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടേണ്ടി വരില്ലായിരുന്നു. നീ ജീവൻ കൊണ്ടാണ് കളിച്ചത്. ഉവ്, അറിയാം. മതവും ജാതിയുമൊക്കെ വലിയൊരു തടസ്സമായി അയാൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാനതുവരെ കണ്ട പോൾസൺ അല്ലെന്ന് മനസ്സിലായി. പിന്നെ പറഞ്ഞു പെങ്ങളുടെ കല്യാണം കഴിയട്ടെ എന്ന്. +2 പഠിക്കുന്ന കുട്ടിയാണത്. എൻ്റെ കണ്ണിലാകെ ഇരുട്ട് കയറുകയായിരുന്നു. അയാളുടെ മുന്നിൽ തന്നെ പിടഞ്ഞു ചാകണമെന്ന് തോന്നി. അവളുടെ നെഞ്ച് അതിവേഗം ഉയർന്നതാണോ? ആ എടുത്തുചാട്ടം കൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ ജയ. സംഭവിച്ചതൊക്കെ നിനക്കാണ്, നിനക്ക് മാത്രം. സുമയ്യ വീണ്ടും കരഞ്ഞു തുടങ്ങിയിരുന്നു. സുമയുടെ ഫോൺ സദാ ചിലച്ചുകൊണ്ടിരുന്നു. ഓരോ കോളും അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവൾ പറയും ഷെരീഫിക്കയാണ്, ബാപ്പയാണ്, നവാസിക്കയാണ് എന്നൊക്കെ. അവർക്കൊക്കെ അറിയാമോ നീ ഇവിടേക്ക് വന്ന കാര്യം? ബാപ്പ അറിഞ്ഞിട്ടില്ല. ഷെരീഫിക്കയെ മറച്ചു വെച്ച് ഒന്നും ഞാൻ ചെയ്യാറില്ല. നവാസിക്കയും ബാപ്പയോട് പറയില്ലെന്ന് വാക്ക് തന്നിട്ടുണ്ട്. ഇക്കായുടെ കാറും ഡ്രൈവറുമാണ് ഒപ്പം. ഇന്ന് തന്നെ മടങ്ങണമെന്ന് ഇപ്പോഴും വിളിച്ചു പറഞ്ഞു. നവാസ് സുമയുടെ മാമൻ്റെ മകനാണ്, പോൾസന്റെ അടുത്ത കൂട്ടുകാരൻ. അങ്ങനെയാണ് ആ സ്നേഹബന്ധം ആരംഭിക്കുന്നത്. നീ ഷെരീഫിക്കയോട് എന്ത് പറഞ്ഞാണ് എന്നെ കാണാൻ വന്നത്? ഉള്ളിലെ സംശയം പുറത്തു ചാടി. ഞാൻ പറഞ്ഞ കഥയിലൊന്നും പോൾസണില്ല. അയാളെക്കുറിച്ച് പറയാനുള്ള ധൈര്യം ഇതുവരെ കൈവന്നിട്ടില്ല. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ നിശ്ചയിച്ചു വെച്ച നിന്റെ വിവാഹം മുടങ്ങിയതും പിന്നീട് താലി കിട്ടിയ മുറച്ചെറുക്കിന് നേരിട്ട ദുരന്തവും ഒക്കെ പറഞ്ഞു. ഗംഗാപ്രസാദ് പറഞ്ഞ മുഴുവൻ കഥ അദ്ദേഹം കേട്ടതുമില്ല. ഇപ്പോൾ വിളിച്ചിട്ട് നിന്നോട് അന്വേഷണങ്ങൾ അറിയിക്കാനും നന്മകൾ നേരുന്നുവെന്നും പറഞ്ഞു. താങ്ക്സ്, അറിയിച്ചോളൂ. ഇനി വിളിക്കുമ്പോൾ തീർച്ചയായും പറയാം. പക്ഷേ എന്ത് പക്ഷേ? നീ എനിക്കൊരു ഉറപ്പ് തരണം, ഇനിയൊരു ജീവിതമാകാമെന്ന്. ഞാൻ ജീവിക്കുകയല്ലേ സുമ? ഇതാണോ ഒരു പെണ്ണിന് വേണ്ട ജീവിതം? നല്ല പ്രായമൊക്കെ കഴിഞ്ഞു പോകുകയല്ലേ? ഞാൻ ആലോചിക്കട്ടെ നിനക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കാൻ. വേണ്ട. അതെന്താ? ഇനിയൊരു പുരുഷനെ എൻ്റെ ജീവിതവുമായി കൂട്ടിക്കെട്ടാൻ എനിക്കാവില്ല സുമ. എന്തുകൊണ്ട്? അത് പറയേ. എന്താണ് പറയേണ്ടതെന്നറിയാതെ പരിങ്ങി. തൻ്റെ ഉറച്ച നിലപാടാണ് മാധവ് മാമ കണിമംഗലം തൻ്റെ പേരിൽ എഴുതി വെച്ച് പുറപ്പെട്ടു പോകാൻ കാരണമായത്. സ്വന്തം കൂടപ്പിറപ്പിൻ്റെ സമനില തെറ്റിയതുപോലും ആ യാത്രയ്ക്ക് തടസ്സമായില്ല. തന്നോട് ഒരുതരം വാശിയായിരുന്നു അമ്മാമ്മയ്ക്ക്. തന്നെ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തിയ വ്യക്തിയാണ്. എന്നിട്ടും കടുത്ത നിന്നയാണ് താൻ കൈക്കൊണ്ടതെന്ന് ഓർക്കുന്നു. പറയ്, എനിക്കറിയണം. ഞാൻ ഓടി വന്നതും നിന്റെ ഈ മറുപടി കേൾക്കാനല്ല ജയ. എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ നീ ഒരു വിവാഹം കഴിക്കണം പ്ലീസ്. തൻ്റെ മൗനം കണ്ടിട്ടാവും അവൾ തുടർന്നു.
പ്രേമഭംഗമോ വഞ്ചനയോ ഒക്കെയായിരുന്നെങ്കിൽ നിന്റെ ഈ ഒഴിഞ്ഞുമാറലിന് ഒരർത്ഥമുണ്ടാകുമായിരുന്നു. ഇതൊന്നുമല്ലല്ലോ. അമ്മയെ വിട്ട് എനിക്ക് എങ്ങോട്ടും പോകാനാവില്ല. അമ്മയെ അവരാരെങ്കിലും നോക്കില്ലേ? വിജി തൊട്ടടുത്തുണ്ടല്ലോ. എന്താണ് പെട്ടെന്ന് മറുപടി പറയേണ്ടതെന്നറിയാതെ കുഴങ്ങി. ഒരു സൗകര്യവുമില്ലാത്ത വീടാണ് മുരളിയുടേത്. പിന്നെ അയാളുടെ വയസ്സായ അച്ഛനും അമ്മയും. അവരെയും നോക്കേണ്ടത് വിജിയാണ്. അതിനെന്താ, എല്ലാവരും കൂടി ഇവിടെ വന്ന് താമസിക്കാൻ പറയണം. അമ്മയുടെ കാര്യം നോക്കാൻ ജാനു അമ്മയുണ്ടല്ലോ. വിജിയുടെ മേൽനോട്ടം മാത്രം മതിയാവും. ഒരിക്കലും നടക്കാത്ത കാര്യം മറ്റുള്ളവർ സമ്മതിച്ചാൽ തന്നെ വിജി തടസ്സം നിൽക്കും. മുരളി തന്നോട് സംസാരിക്കുന്നത് തന്നെ അവൾക്ക് ഇഷ്ടമല്ലാതായിരിക്കുന്നു. അമ്മയെ കാണാൻ ഇരുവരും വന്നു പോകുന്നത് താൻ ഓഫീസിലിരിക്കുമ്പോഴാണ്. ഇതൊന്നും സുമയോട് പറയാൻ വയ്യ. നീ എന്താ ജയ മിണ്ടാതിരിക്കുന്നത്? നീ പറയുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല. അമ്മയെ 2 വർഷക്കാലം നോക്കി അവൾ കൈയൊഴിഞ്ഞതാണ്. ഈ പ്രകൃതമല്ലേ നീ കണ്ടിട്ടുള്ളൂ. കണ്ണ് തെറ്റിയാൽ എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങിപ്പോയി കളയും. ഇങ്ങനെ തന്നെയായിരുന്നു ആദ്യവും? ഇല്ല, ആക്രമണ സ്വഭാവമായിരുന്നു തുടക്കം. എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാതായി. പലപ്പോഴും ഓർക്കാപ്പുറത്ത് അടികെട്ടിയിട്ടുണ്ട്. മാധവമാമ വന്ന് പിച്ചാത്തിയും കൊടിവാളുമൊക്കെ അമ്മയുടെ കൺവെട്ടത്ത് നിന്ന് എടുത്തു മാറ്റിവെച്ചു. അത്രയ്ക്ക് പേടിയായിരുന്നു എല്ലാവർക്കും. ചികിത്സിച്ചില്ലേ? ഉവ്, ടൗണിനപ്പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് വരെ കൊടുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഇങ്ങനെ. അവൾക്ക് പിന്നെ ചോദ്യങ്ങളില്ലാതായി. പഴയ കാര്യങ്ങളിലേക്ക് മനസ്സ് ഊളിയിടുമ്പോഴൊക്കെ ഉള്ളിൽ സങ്കടം അണപൊട്ടുന്നു. ഓർക്കാതിരുന്ന നിമിഷം സുമയ്യ പറയുന്നത് കേട്ടു. എന്നാൽ പിന്നെ നമുക്ക് രാജിയെ കണ്ടുപിടിക്കാം. അവൾക്ക് അസൗകര്യമുണ്ടെങ്കിൽ ഞാനായി അതും പരിഹരിക്കാം. അവൾ എന്തിനും തയ്യാറായിരുന്നു. ശരിയാവില്ല സുമ, എനിക്ക് എങ്ങനെ സമാധാനം കിട്ടും? എല്ലാറ്റിനും കാരണക്കാരി ഞാനാണ്, ഞാൻ മാത്രം. പൊട്ടിക്കരഞ്ഞുപോയി. സുമയ്യ സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സോറി ജയ, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. തേങ്ങൽ ഒതുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ ചോദ്യം കാതുകളിൽ വീണു. രാജിയെ ആരും അന്വേഷിച്ചില്ലേ? അമ്മാമ്മ കുറെ തിരക്കി. എല്ലാവർക്കും അവളോട് ദേഷ്യമായിരുന്നു. ഒന്നാമത് അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം അവൾ കാരണമാണ്. ഞാൻ കാരണം രോഗിയായി. പിന്നെ അന്യജാതിക്കാരൻ്റെ കൂടെയുള്ള ഇറങ്ങിപ്പോക്ക് കൂടിയായപ്പോൾ അച്ഛന് താങ്ങാനായില്ല. അതോടെ അമ്മ പൂർത്തിയാക്കാൻ പണിപ്പെട്ടു. ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും നിന്റെ ഉദയേട്ടൻ എന്തു ചെയ്തു? അച്ഛൻ്റെ മരണം അറിയിച്ചിട്ട് പോലും വന്നില്ല. നിർമ്മലയേട്ടത്തി അത്രമാത്രം അനിയത്തിമാരെക്കുറിച്ച് ഏഷ്ണി പറഞ്ഞു കൊടുത്തിരുന്നു. ആ വൈരാഗ്യമൊക്കെ ഏട്ടൻ എങ്ങനെ തീർത്തു? കഷ്ടം, നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ തന്നെ പിറന്നതാണോ ആ നീചൻ? ആ വാക്കുകളിൽ അമർഷം പതഞ്ഞു പൊന്തി. പ്രതികരിക്കാനാവുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും വന്നോ അയാൾ? വന്നു. എനിക്ക് ജോലി കിട്ടുന്നതിനു മുമ്പ് അമ്മയെ വന്ന് കണ്ടു, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ. നിർമ്മലയേട്ടത്തി കൊണ്ടുപോയി നോക്കേണ്ടതല്ലേ അമ്മയെ? ആ ചുമതല ഏറ്റെടുക്കേണ്ടി വരുമെന്ന് കണ്ടപ്പോൾ അവരും കണ്ണനും ഗൾഫിലേക്ക് പോയി കളഞ്ഞു. അതുവരെ പോകാതിരിക്കുന്നവരാണ്. ഇതുപോലെയുള്ള 1-2 ജന്മങ്ങൾ മതിയല്ലോ ജയ നമ്മുടെ നാട്ടിൽ ഭൂമി കുലുക്കവും സുനാമിയും ഉണ്ടാകാൻ. വീണ്ടും നിശബ്ദത ഇരുവർക്കുമിടയിൽ ഞെട്ടയ്ക്ക് വീണു. പണ്ടവൾ ഏട്ടത്തെയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു മനസ്സിൽ. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാൽ അത് നിർമ്മലയാകും. കല്യാണ നിശ്ചയത്തിന് അണിയാൻ കടന്നെന്ന ആഭരണങ്ങൾ ചടങ്ങ് കഴിഞ്ഞയുടനെ ഊരി വാങ്ങിക്കാൻ കാട്ടിയ ധൃതി കണ്ടാണ് അവൾ അത് പറഞ്ഞത്. വൈകുന്നേരം യാത്ര പറയുന്നതിനിടയിൽ സുമയ്യ ചോദിച്ചു, എനിക്ക് നിന്റെ ഏട്ടൻ്റെ നമ്പർ തരാമോ? എവിടെയാണെങ്കിലും ഞാൻ വിളിച്ച് സംസാരിക്കാം. എന്തിന്? വെറുതെ ഒന്നുമല്ല, അങ്ങേരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ. ദൈവം ഒരിക്കലും അയാളോട് ക്ഷമിക്കില്ലെന്ന് പറയാൻ. ഒരു ഹെൻപക്റ്റ് ഹസ്ബൻഡ് ആകുന്നതിനേക്കാൾ പുരുഷന് അഭികാമ്യം മരണമാണെന്ന് അറിയിക്കാൻ. നിനക്ക് വട്ടായോ സുമ? ആർക്കായാലും വട്ടുപിടിച്ചു പോകും. ജന്മം നൽകിയ അമ്മയെങ്കിലും വയസ്സുകാലത്ത് സംരക്ഷിച്ച് ഇതുവരെ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ കറ കഴുകിക്കളയാൻ പറയാം ഞാൻ. വേണ്ട, ഞാൻ അയക്കില്ല അമ്മയെ. നിർമ്മലേട്ടത്തിയെ എനിക്ക് തീരെ വിശ്വാസമില്ല. അതും ശരിയാണ്. ചിലപ്പോൾ ആഹാരത്തിൽ കൂടി വിഷം നൽകി കൊന്നുകളയാനും ആ ദുഷ്ടം അടിക്കില്ല ജയ. എന്തായാലും അത് വേണ്ട. പോകുന്നതിന് മുമ്പ് പുതിയൊരു മൊബൈൽ ഫോൺ അടിച്ചേൽപ്പിച്ചു. നിനക്കൊരു സെൽഫോൺ ഇല്ലാത്തത് ഞാൻ അന്വേഷിച്ചറിഞ്ഞിരുന്നു. ഗംഗാപ്രസാദായിരുന്നു അന്വേഷകൻ. അതിനിടയിൽ അതൊക്കെ ഉണ്ടായോ? ഓഫീസിൽ വിളിക്കാൻ എനിക്ക് തീരെ താല്പര്യമുണ്ടായില്ല.
നിനക്ക് എപ്പോഴും തിരക്കാണെന്നാണ് അയാൾ പറഞ്ഞത്. ഗംഗാപ്രസാദിനെ ഞാൻ കണ്ടിട്ട് വർഷങ്ങളാകുന്നുവെന്ന് ഓർത്തു. ജയ, വേഗം സിം എടുക്കണം. എന്നിട്ട് എനിക്കൊരു മിസ് കോൾ തന്നാൽ മതി. ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം. എന്നെ അത്ര കൊച്ചാക്കുകയൊന്നും വേണ്ട. ഗൾഫിലേക്ക് വിളിക്കാനുള്ള വരുമാനമൊക്കെ എനിക്കുണ്ട്. എൻ്റെ കൊച്ചെ, തെറ്റിദ്ധരിക്കേണ്ട. ഇൻ്റർനെറ്റ് വഴി നാട്ടിലേക്ക് വിളിക്കാനുള്ള സൗകര്യമുണ്ട് എനിക്ക്. ചെലവ് അധികമൊന്നും ആവില്ല. നീ ഇവിടെ നിന്ന് വിളിക്കാൻ തുടങ്ങിയാൽ നഷ്ടക്കച്ചവടമാകും. മനസ്സിലായി? നിന്റെ കത്തി കേൾക്കേണ്ടി വരും ഇനി. തീർച്ചയായും നിനക്കൊരു വിവാഹ ജീവിതം ഉണ്ടാകുന്നതുവരെ ഞാൻ ഇനി സ്വൈര്യം തരില്ല. മറുത്തു പറയാനൊന്നും നിന്നില്ല. പറഞ്ഞു തുടങ്ങിയാൽ അവളുടെ മടക്കയാത്ര നീളും. ഡ്രൈവർ അക്ഷമനായി മുറ്റത്ത് നിൽപ്പുണ്ട്. ഷാൻ കാറിൽ കയറിയിരുന്നു കഴിഞ്ഞു താനും. കാറ് കണ്ണിൽ നിന്നും മറയുന്നത് വരെ നോക്കി നിന്നു. കയ്യിലിരുന്ന മൊബൈൽ ഫോണിൻ്റെ പെട്ടിയും അകത്തിരുന്ന സൂട്ട്കേഴ്സും മനസ്സിനെ അലോസരപ്പെടുത്തി. തനിക്കായി പെട്ടി നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അമ്മയ്ക്കുമുണ്ടായിരുന്നു വില കൂടിയ സെറ്റും മുണ്ടും. പോകുന്നതിന് മുമ്പ് ജാനു അമ്മയുടെ കയ്യിൽ 500-ൻ്റെ ഒരു നോട്ട് പിടിപ്പിക്കുന്നത് കണ്ടു. നല്ല സ്നേഹമുള്ള കുട്ടി. ജാനു അമ്മയുടെ മന്ത്രണമാണ് കാതുകളിൽ വീണത്. ഒരു ദിവസം പോയതറിഞ്ഞില്ല. പിന്നെയും അവർ പറഞ്ഞു. ശരിയായിരുന്നു, മണിക്കൂറുകൾ ചിറകുവെച്ച് പറക്കുകയാണെന്ന് തോന്നി. ആദ്യത്തെ ദിവസം കരഞ്ഞെങ്കിലും രാവിലെ മുതൽ അവൾ പഴയ സുമയ്യയായി. ചുറ്റുമുള്ളവർക്ക് കൂടി ഊർജവും പ്രസരിപ്പും പകർന്നു നൽകുന്ന ആ പഴയ 20-കാരി പെൺകുട്ടി. മൊബൈൽ ഫോണിൻ്റെ പെട്ടി കാണും തോറും ഉള്ളിൽ വേവലാതി ഏറിക്കൊണ്ടിരുന്നു. മനഃപൂർവ്വം താൻ ഒഴിവാക്കിയ ഒന്നാണത്. കണക്ഷൻ എടുത്താൽ ഓഫീസിലും വീട്ടിലും ശല്യമാവും. അല്ലാതെ തന്നെ ബുദ്ധിമുട്ടുകളുണ്ട്. നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞ് അവധി ദിവസം പോലും ആവശ്യങ്ങൾ പറഞ്ഞ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. ഫോണുണ്ടെന്നറിഞ്ഞാൽ അതിനേക്കാൾ കഷ്ടമാകും സ്ഥിതി. സിം കാർഡിന് അപേക്ഷിക്കണോ വേണ്ടയോ എന്ന ചോദ്യം ഉള്ളിൽ കിടന്ന് ഊയലാടി. യാത്ര പറയുമ്പോൾ നിറഞ്ഞു തുളുമ്പിയ സുമ്മയുടെ കണ്ണുകൾ മറക്കാനാവില്ല. ഒരു കൂടപ്പിറപ്പിനേക്കാൾ സ്നേഹവും കരുതലും തന്ന ഒരേ ഒരു വ്യക്തിയാണ്. ഒരിളം കാറ്റ് പോലെയാണ് തീരെ നനച്ചിരിക്കാതെ അവൾ വന്നതും പോയതും. താക്കോലെടുത്ത് ഗേറ്റ് തുറക്കുമ്പോഴുണ്ടായ കരകര ശബ്ദം കാതുകളിൽ അലോസരമുണ്ടാക്കി. ആകെ തുരുമ്പെടുത്ത് തുടങ്ങിയിരിക്കുന്നു. ചുഴിക്കുറ്റിയിൽ കുറച്ച് എണ്ണയിടണം മോളെ. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. പരിചയമുള്ള മുഖം, പക്ഷെ ഓർമ്മ വരുന്നില്ല. കവലയിലേക്ക് സാധനങ്ങൾ വാങ്ങാനായി ഇറങ്ങിയ വയസ്സ് ചെന്ന ഒരാൾ. ഏകദേശം മാധവൻ മാമയുടെ പ്രായം വരും. എപ്പോഴും പൂട്ടിക്കിടക്കുന്നത് കൊണ്ടാണ്. വീടും നശിക്കും. ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തൂടെ മോളെ? എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി. അമ്മാമ്മയുടെ മടങ്ങി വരവ് താൻ പ്രതീക്ഷിക്കുന്നുവെന്ന് പറയണോ? വർഷങ്ങളായി അങ്ങനെയൊരു പ്രത്യാശ ഉള്ളിലുണ്ട്. മാധവൻ നായരുടെ മടങ്ങി വരവൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല കുട്ടി. എല്ലാം വേണ്ടെന്ന് വെച്ച് പോയതല്ലേ. ഉള്ളം നീറുന്നതറിഞ്ഞു. മറുപടി പറയാനാവുന്നില്ല. അദ്ദേഹം എന്നേ പുറപ്പെട്ടു പോകേണ്ടതായിരുന്നു. രേവതിയെയും മക്കളെയും ഓർത്ത കുറേ നാൾ പിടിച്ചു നിന്നത്. കാശിയാണ് ലക്ഷ്യമെന്ന് പണ്ടേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ നിറക്കണ്ണുകൾ കണ്ടിട്ടാവും ആ മനുഷ്യൻ വിഷയം മാറ്റി. മോള് തനിച്ചേ ഉള്ളോ? വീടും മുറ്റവും വൃത്തിയാക്കാൻ ഒരാളിപ്പോൾ വരും. ആ ശാരദയല്ലേ? ഉവ്. അയാൾ യാത്ര പറഞ്ഞു പോയി. ഗേറ്റ് തുറന്നു പിടിച്ച് ഒരു നിമിഷം നിന്നു. അല്പമകലെ ഒരു നിശ്ചല ചിത്രം പോലെ കണിമംഗലം. അമ്മയുടെ തറവാട്. മുറ്റത്ത് കരിയിലകൾ നിറഞ്ഞിരിക്കുന്നു. പായൽ മൂടി നിറം മങ്ങിയ ഓടുകളുടെ മുകളിൽ തലയെടുപ്പോഴേ പഴയ പ്രൗഢിയും പ്രതാപവും വിളിച്ചോതുന്ന ആരൂഢം. മാധവൻ മാമ ആകെ വരുത്തിയ മാറ്റം മുൻവശത്ത് പണിത വിശാലമായ പോർട്ടിക്കോയാണ്. 10-30 പേർക്കെങ്കിലും ഒന്നിച്ചിരിക്കാവുന്നത്. അമ്മായി ഉണ്ടായിരുന്ന സമയത്താണ് വീട് പുതുക്കി പണിതെന്ന് കേട്ടിട്ടുണ്ട്. അവരെ ഫോട്ടോയിൽ കണ്ട ഓർമ്മയേയുള്ളൂ. ഏട്ടൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മായി മരിച്ചിരുന്നു. ഒരു പനിയിൽ തുടങ്ങി ജ്വരമായി. മെഡിക്കൽ കോളേജിൽ വരെ കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല. ഗർഭിണിയായിരുന്നു അമ്മായി. ആകസ്മികമായുണ്ടായ ആ വേർപാടിൽ നിന്ന് മുക്തി നേടാൻ അമ്മാമ്മയ്ക്ക് പിന്നീട് കഴിഞ്ഞതുമില്ല. പിന്നീട് ആ ജീവിതം ആകെ ഉണ്ടായിരുന്ന പെങ്ങൾക്കും മക്കൾക്കും വേണ്ടി മാത്രമായി. സ്നേഹവായ്പോടെ മാത്രമേ അമ്മാമ്മയെ ഇപ്പോഴും ഓർമ്മിക്കുന്നുള്ളൂ. ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ തൻ്റെ പഠിത്തം തുടരാൻ വേണ്ടി ദിവസങ്ങളോളം അച്ഛനോട് അമ്മാമ്മയ്ക്ക് പോരടിക്കേണ്ടി വന്നു. ബിരുദം നേടിയതുകൊണ്ട് മാത്രം ഈ ജോലി കൈമുതലായി. എന്നിട്ട് ആ നല്ല മനസ്സിനെയും താൻ നോവിച്ചു.
എങ്ങും കരപറ്റാതെ നിൽക്കുന്ന തൻ്റെ ജീവിതം കണ്ട് മടുത്താണ് പുറപ്പെട്ടു പോയത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ മുന്നോട്ട് നടന്നു. 2 ആഴ്ച മുമ്പാണ് ശാരദേച്ചിയും കൂട്ടി വീടും മുറ്റവും വൃത്തിയാക്കാൻ വന്നത്. എന്നിട്ടും ചവറുകളാണ് ചുറ്റിനും. ഓഫീസിലെ സ്വീപ്പറാണ് ശാരദ ചേച്ചി. ഒരു മടിയും കൂടാതെ താൻ വിളിക്കുമ്പോഴൊക്കെ വരികയും ചെയ്യും. ബാഗിൽ നിന്നും താക്കോലെടുത്ത് പൂമുഖത്തെ വാതിൽ തുറന്നു. ഉഷ്ണം കിട്ടിയ വായുവിൻ്റെ മടുപ്പിക്കുന്ന ഗന്ധം മൂക്കിലേക്ക് തുളച്ചു കയറി. വാതിലും ജനലുമൊക്കെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഉള്ളിൽ ഇരുട്ട് കട്ട പിടിച്ചു നിൽക്കുന്നു. തനിച്ചകത്തേക്ക് കാലെടുത്ത് വെക്കാൻ മടി തോന്നി. എന്തായാലും ശാരദേച്ചി വരട്ടെ. അടുക്കള മുറ്റത്ത് അയയിൽ കിടന്നിരുന്ന പഴയൊരു തോർത്തെടുത്ത് കൊണ്ടുവന്ന് പോർട്ടിക്കോയിലെ അരപ്ലേസിലെ പൊടി തുടച്ചു. ഗേറ്റിന് മുന്നിലൂടെ നടന്നു പോകുന്നവർക്ക് കാണാനാകാത്ത ഇടം നോക്കി ഇരിപ്പ് പിടിച്ചു. ശാരദേച്ചി വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. സാധാരണ താൻ എത്തുന്നതിനു മുമ്പ് ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കാറാണ് പതിവ്. ഇന്നലെ ഓഫീസിൽ വെച്ച് പറഞ്ഞുറപ്പിച്ച കാര്യവുമാണ്. തക്കതായ എന്തോ കാര്യം കാണും, അല്ലാതെ മറക്കാൻ വഴിയില്ല. സൈക്കിൾ ബെൽ കേട്ട് തലതിരിച്ചു നോക്കി. വിപിനാണ്, ജാനു അമ്മയുടെ മകളുടെ മകൻ. ഞാൻ ചെമ്പകത്ത് പോയിരുന്നു. അമ്മൂമ്മയാണ് പറഞ്ഞത് ചേച്ചി ഇവിടെ ഉണ്ടെന്ന്. സൈക്കിളിൽ തൂക്കിയിട്ടിരുന്ന ഫ്ലാസ്ക് എടുത്ത് അവൻ തൊട്ടടുത്ത് വെച്ചു തന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വരികയാണെന്നറിഞ്ഞപ്പോൾ അമ്മൂമ്മ ചായ ഇട്ട് തന്നു. അത് കാര്യമായി. ഇന്ന് തൻ്റെ മടക്കം പതിവിലും വൈകും. നീ വെറുതെ വന്നതാണോ? അല്ല ചേച്ചി, തേങ്ങ ഇടാറായിരിക്കുന്നു. അടുത്തേണ്ട ദിവസം നിശ്ചയിക്കാൻ വന്നതാ. അത് നീ സൗകര്യം പോലെ ചെയ്യ്. കൊപ്രക്കാരനെ കണ്ടോ? ഉവ്. എന്നാൽ പിന്നെ നാളെയോ മറ്റന്നാളോ ആയിക്കോട്ടെ. കണക്കൊക്കെ നീ പിന്നീട് പറഞ്ഞാൽ മതി. അവനെ വിശ്വസിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. മാധവ മാമ പുറപ്പെട്ടു പോയതിനു ശേഷം ഒഴി അടത്തുന്നതും കൊപ്രക്കാരനെ കാണുന്നതുമൊക്കെ മുരളി ഏറ്റെടുത്തിരുന്നു. താൻ സ്ഥലം മാറ്റം വാങ്ങി വന്നതിന് ശേഷം മുരളിയിൽ മാറ്റങ്ങൾ പ്രകടമായി. എന്തോ ഒരു ഉൾവലിവ്, അതിനു പിന്നിൽ വിജയാണെന്നുള്ള യാഥാർത്ഥ്യം പതിയെ പതിയെ മനസ്സിൽ വേരൂന്ന് തുടങ്ങിയപ്പോൾ പിന്നീട് ഒന്നിനെ നിർബന്ധിക്കാൻ പോയില്ല. അവിവാഹിതയായി നിൽക്കുന്ന ചേച്ചി അവൾക്കിന്നൊരു മനഃശല്യമാണ്. തൻ്റെ വീഴ്ചകളിലും ദുഃഖങ്ങളിലുമൊക്കെ സ്വാതന്ത്ര്യമായി ഒപ്പം നിന്നിരുന്നവളാണ് വിജി. കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളുമായി രാജി വീട്ടിനുള്ളിൽ ചുറ്റി നടന്നപ്പോഴൊക്കെ അവളോട് മല്ലിട്ട് നിന്നതും വിജിയാണ്. ആ വിജിക്ക് വന്ന മാറ്റം വിശ്വസിക്കാനാവുന്നില്ല ഇപ്പോഴും. കളങ്കമില്ലാത്ത സഹോദര നിർവിശേഷമായൊരു ബന്ധമായിരുന്നു മുരളിക്ക് തന്നോട്. പ്രായത്തിന് താൻ ഇളയതാണെങ്കിലും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ തെറ്റായ ഒരു നീക്കം ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല. സാർ, പിന്നിൽ നിന്നും ഉയർന്ന വിളി കേട്ടാണ് ഞെട്ടിയുണർന്നത്. വേഗം എഴുന്നേറ്റ് തിരിഞ്ഞു നിന്നു. തന്നോളം പ്രായമുള്ള ഒരു സ്ത്രീ, ഒപ്പം 6-7 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയും. ഞാനിവിടെ പള്ളിമുക്കിൽ ഒരു ചെറിയ തയ്യൽ കട നടത്തുന്നു. പേര് മറീന. ശരി, എന്താ വേണ്ടത്? എന്തോ ഓഫീസ് കാര്യമാവുമെന്ന് തോന്നി. എനിക്കൊരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വേണം. റേഷൻ കാർഡ് എടുക്കാനാണ്. ഉള്ളിൽ ദേഷ്യമുണർന്നു. ആകെ കിട്ടിയ ഒരു അവധി ദിവസമാണെന്നോർത്തു. വീട്ടിൽ സ്വൈര്യമായി ഇരിക്കാൻ ആൾക്കാർ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരമ്മൂമ്മയാണ് ഇവിടെ കാണുമെന്ന് പറഞ്ഞത്. ജാനു അമ്മയോട് വല്ലാത്ത ഈർഷ്യ തോന്നി. നിങ്ങൾ നാളെ ഓഫീസിലേക്ക് വരണം. അപേക്ഷ തയ്യാറാക്കിയിട്ട് വേണം വരാൻ. വീട്ടു നമ്പറൊക്കെ വെച്ചിട്ട്. ഒരു നിമിഷം അവർ പരിങ്ങി നിന്നു. ആൺകുട്ടിയാണെങ്കിൽ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ദയനീയമായി നോക്കി നിൽക്കുകയാണ്. ഒരു വീടിൻ്റെ ചായ്പിൽ വാടകയ്ക്കാണ് താമസം. നമ്പറൊന്നുമില്ല. ആ വീടിനൊരു നമ്പർ കാണുമല്ലോ. അതിൻ്റെ ഉടമസ്ഥർക്ക് സമ്മതമല്ല അവരുടെ മേൽവിലാസം വെച്ച് കാർഡ് എടുക്കാൻ. എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അറുത്തു മുറിച്ചു പറഞ്ഞു. ഇതിനിടയിൽ ശാരദ ചേച്ചി ഇരുവരെയും മാറി മാറി നോക്കി കാഴ്ചക്കാരിയായി നിൽപ്പുറപ്പിച്ചു. സാറ് വിചാരിച്ചാൽ നടക്കുമെന്ന് റേഷൻ കടക്കാരൻ പറഞ്ഞു. ഒരു അഭ്യർത്ഥനയുടെ ഈണമുണ്ടായിരുന്നു ആ സ്വരത്തിൽ. നോർമൽ നടപടിക്രമങ്ങളാണ് ഞാൻ പറഞ്ഞത്. വാടക ചീട്ടിൻ്റെ കോപ്പിയും ഉടമസ്ഥരുടെ സമ്മതപത്രവും ഇല്ലാതെ പറ്റില്ല. നിങ്ങൾ അതിന് ശ്രമിക്കുക. തിരിഞ്ഞ് ശാരദ ചേച്ചിയെ വിളിച്ചു. ചേച്ചി, ഉച്ചയാകാറായി. മോളുടെ കുട്ടിക്ക് പെട്ടെന്നൊരു പനി, ഛർദിയുമുണ്ട്. ആസ്പത്രിയിൽ കൂട്ടുപോകേണ്ടി വന്നു. തൻ്റെ ഒപ്പം അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ചേച്ചി പിന്തിരിഞ്ഞ് പലവട്ടം നോക്കുന്നത് കണ്ടു. ആ സ്ത്രീയും കുട്ടിയും സാവധാനം ഗേറ്റിനരികിലേക്ക് നടക്കുന്നു. നിരാശാബോധം ആ നടപ്പിൻ്റെ താളക്രമത്തിലുണ്ട്. ആ കുട്ടി കണ്ണുകളിൽ പകയോടെ തന്നെ തിരിഞ്ഞു നോക്കുന്നു. കുഞ്ഞേ, അവരെ അറിയില്ലേ? ഇല്ല, നിർവികാരതയോടെ പറഞ്ഞു. ആൻഡ്രോസിൻ്റെ പെങ്ങളും കുട്ടിയുമാണ്.
നട്ടലിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. വിശ്വസിക്കാനാവാതെ ചേച്ചിയുടെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു കണ്ണുകൾ. ആൻഡ്രൂസ്, വിശ്വേട്ടനെ കുത്തിമലർത്തിയ ആൾ ഇപ്പോഴും ജയിലിലാണെന്ന് ആരോ പറഞ്ഞറിയാം. വിശ്വം കുഞ്ഞിൻ്റെ മോനാണത്. കാതുകളിൽ ആരോ തീക്കനലുകൾ കോരിയൊഴിക്കുന്നു. വിശ്വേട്ടൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞും അതിന് ജന്മം കൊടുത്ത സ്ത്രീയുമാണ് തൊട്ടുമുന്നിൽ വന്ന് നിന്നിരുന്നതെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ഒരു കണക്കിൽ വളരെ കഷ്ടമാണ് കുഞ്ഞെ അതിൻ്റെ കാര്യം. വാടകയ്ക്ക് താമസിക്കുന്നത് ഞങ്ങളുടെ അടുത്താണ്. അവർക്ക് വേറെ ആരുമില്ലേ തുണയ്ക്ക്? ഭർത്താവെന്നും പറഞ്ഞ് ഒരുത്തൻ എപ്പോഴോ വന്ന് കൂടിയിട്ടുണ്ട്. വേറെ ഭാര്യയും കുട്ടികളുമുണ്ട് അയാൾക്ക്. ഒരു കാർ ഡ്രൈവർ. കുടിച്ചിട്ട് വന്ന അടിപിടിയും അക്രമവുമാണ്. ഈ കൊച്ചിനെയും വല്ലാതെ ഉപദ്രവിക്കും. കേൾക്കുന്നതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. ഇങ്ങനെയൊരു മുഖം തൻ്റെ മനോമുകുരത്തിലേ ഉണ്ടായിരുന്നില്ലെന്ന് ഓർത്തു. വിശ്വേട്ടൻ്റെ ഗർഭിണിയായ കാമുകി ശരിക്കും തൻ്റെ പ്രതിയോഗിയാകേണ്ടതായിരുന്നു. പക്ഷേ താനാണ് ശരിക്കും അവരുടെ ശത്രുവായത്. താലി ചേർത്താൻ ആ മനുഷ്യന് കഴുത്ത് നീട്ടിക്കൊടുത്തത് മുതൽക്ക് വിവാഹ വാഗ്ദാനം നൽകിയാണ് വിശ്വേട്ടൻ മെറീനയെ ചതിച്ചത്. അന്ന് തൻ്റെ വിവാഹരാത്രി കമലാലയത്തിന് മുന്നിൽ വന്നു നിന്ന് ആൻഡ്രൂസ് ആക്രോശിച്ചതൊക്കെ ഉള്ളിൽ തികട്ടി വരുന്നു. മോള് പറഞ്ഞാൽ വിശ്വം കുഞ്ഞിൻ്റെ അമ്മ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കില്ലേ? ഒന്നുമില്ലെങ്കിലും അവരുടെ മോൻ്റെ കുഞ്ഞല്ലേ അത്? ജനാലകൾ തട്ടി തുറക്കുന്നതിനിടയിൽ ശാരദയിച്ച് ചോദിച്ചു. എനിക്കാവില്ല ചേച്ചി. എനിക്ക് പോലും നീതി കിട്ടാത്ത ഒരിടമാണത്. രാഘവ് പണിക്കർ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ വരദരാജൻ സാറൊക്കെ ചെന്ന് പറഞ്ഞു നോക്കിയതാണ്. ഒന്നും അങ്ങോട്ട് ഏറ്റില്ല. അവരുടെ മോൻ്റെ തന്നെയാണ് ആ കുട്ടിയെന്ന് ഉറപ്പില്ല പോലും. മറുപടി പറയാനാവുന്നില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും വിശ്വം കുഞ്ഞിൻ്റെ തനി സ്വരൂപമാണ് ആ പയ്യൻ. നാട്ടുകാരെല്ലാം അത് തന്നെയാണ് പറയുന്നത്. മോളും കണ്ടതല്ലേ ജോയെ? താനത് ശ്രദ്ധിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു ഊഹവും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ വിശ്വേട്ടൻ്റെ മുഖം തൻ്റെ മനസ്സിൽ പണ്ടേ പതിഞ്ഞിരുന്നില്ലെന്ന് ഓർത്തു. പതിഞ്ഞിരുന്ന ഒരു മുഖമുണ്ട് രാജഗോപാലിൻ്റെ. 1000 സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയതുമാണ്. അടുത്ത ഭാഗം നാളെ.